ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായമായ സംഖ്യായോഗത്തിലെ 42, 43, 44 ശ്ലോകങ്ങൾ. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപച്ഛിതഃ വേദവാദരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാന സ്വർഗപരാ ജന്മ കർമ്മ ഫലപ്രദഃ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതിം ഭോഗൈശ്വര പ്രസക്തനാം തയാപകൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാദോ ന വിധീയതേ. നമസ്തേ. 42, 43, 44 ശ്ലോകങ്ങൾ പറയുന്നു. അല്ലയോ അർജുന, വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ പറയുന്നത് പോലെ കർമ്മങ്ങളിലും സ്വർഗാദി ഫലങ്ങളിലും മാത്രം സുഖം കാണുന്നവർ, അതിൽ കവിഞ്ഞ് വേറെ സത്യമോ മോക്ഷമോ ഇല്ലെന്ന് വാദിക്കുന്നവർ, കാമസങ്കല്പങ്ങൾ തന്നെ മുഴുകിക്കഴിയുന്നവർ, സ്വർഗം പോകാനായി ജീവിതമർപ്പിച്ച അജ്ഞന്മാർ, ആവർത്തിച്ചുള്ള ജന്മകർമ്മങ്ങൾക്കിടയാകുന്നതും ലൗകിക സുഖത്തെയും ഐശ്വര്യത്തെയും ലക്ഷ്യമാക്കി പലതരത്തിലുള്ള ക്രിയാവിശേഷണങ്ങളെ നിർദ്ദേശിക്കുന്നതും പൂത്ത മരത്തെ പോലെ ആകർഷണീയമായ ഏതു വാക്കിനെ പറയുന്നുവോ ആ വാക്കിനാൽ അപകൃതചിത്തരായ ലൗകിക സുഖ ഐശ്വര്യമോ പടികൾക്കുള്ളിൽ തന്റെ നിശ്ചയ രൂപത്തിലുള്ള ഏകാഗ്രബുദ്ധി സംഭവിക്കുന്നതേയില്ല. കർമ്മകാണ്ഡ വേദഭാഗം ജഡവിഷയമാണെന്നും അതുകൊണ്ട് അതിനെ പുറന്തള്ളിയിട്ട് ധീരതയോടുകൂടി ഉപനിഷത്ത് പ്രതിപാദിതമായ ചേതനസത്തയെ സാക്ഷാത്കരിക്കുകയാണ് വേണ്ടതെന്നും ഭഗവാൻ തുടർന്ന് പ്രഖ്യാപിക്കുകയാണ്. നമസ്തേ. 45-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ